ആലത്തിയൂർ നമ്പിമാരുടെ ചരിത്രം. ഈ ആലത്തിയൂർ നമ്പില്ലത്താണ് അശ്വിനീദേവന്മാർ വന്ന് അവരുടെ സാന്നിധ്യമുള്ള ഒരു സ്ഥലമാണിത്. രോഗമില്ലാത്തവൻ ആര് എന്നാണ് കോരിക്കുന്നുള്ള വാക്കിന്റെ അർത്ഥം. അങ്ങനെ രണ്ടാമത്തെ ദിവസം എന്ന് കേട്ടപ്പോൾ നമ്പി ഒരു ശ്ലോകം ചൊല്ലി, കാലേ ഹിതമിത ബോധി കൃത ചംക്രമണ. പക്ഷികൾ ബ്രാഹ്മണകുമാരന്മാരുടെ വേഷത്തിൽ ഇവിടെ വന്നു. നമ്പിയുടെ അടുത്ത് വന്ന് അഷ്ടവൈദ്യന്മാരെ 7 ഇല്ലെങ്കിലും പോയിട്ടില്ല ഈ അശ്വിനീദേവന്മാർ. അതാണ് നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണത്. ഈ ഇവിടെ മാത്രമാണ് വന്നത്. ഇവിടുത്തെ ഈ മണ്ണിലാണ് അശ്വിനീദേവന്മാരെ സാന്നിധ്യം ഉള്ളത്. അത് വേറെ എവിടെ ഇല്ല. പഠിപ്പൂര കത്തിച്ചതോ? അത് ഇല്ലം നശിക്കാൻ ഇല്ലം കത്താനുള്ള ഒരു ഇതുണ്ട്. എല്ലാത്തിന്റെയും കാരണമുണ്ട്. അത് അവസാനം പറയുന്നുണ്ട്. ആദ്യം പറയില്ല, അതൊക്കെ കഴിഞ്ഞ് തലയിലായിരുന്നു. അതെ, തലയോട് മാറ്റി വെച്ചിട്ട് അപ്പൊ നോക്കുമ്പോ തലയിൽ പുഴുക്കളാണ്. ഇടത്തെ കൈകൊണ്ടാണ് ഇത് വാങ്ങിയത്. അതാണ് ഞങ്ങൾക്ക് ഇടത്തെ കയ്യന് കൈപുണ്യം ഇപ്പോഴും ഉണ്ടത്. എന്ത് കൊടുത്താലും അതിലൊരു കൈപുണ്യം. ഇടത്തെ കൈകൊണ്ട് കൊടുത്താൽ ഈ ആലിന്റെ ചോട്ടിൽ ഞങ്ങൾ ഉണ്ടാവും. സ്ഥാനം ഇത് തന്നെയാണ്, ഒരു മാറ്റമില്ല. ഈ ആലിന്റെ ചോട്ടില് ഞങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞ് അന്തർധാനം ചെയ്തു. നമസ്കാരം, അബാക് മീഡിയയിലേക്ക് സ്വാഗതം. കേരളത്തിന്റെ പൈതൃക ചരിത്രത്തിൽ വളരെ പ്രാധാന്യമുള്ള പുസ്തകമാണ് കൊട്ടാരത്തിൽ ശങ്കുണ്ണി രചിച്ച ഐതിഹ്യമാല. ഇതിൽ പല ക്ഷേത്രങ്ങളെ കുറിച്ചിട്ടും വ്യക്തികളെ കുറിച്ചിട്ടും നമുക്കറിയാത്ത പല ദേവീ ദേവന്മാരുടെ കഥകൾ പോലും ആ പുസ്തകത്തിലുണ്ട്. അതിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കഥയാണ് ആലത്തിയൂർ നമ്പിമാരുടെ ചരിത്രം. ഈ ചരിത്രം ഉറങ്ങുന്ന ആലത്തിയൂർ നമ്പിമാരുടെ മനയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എൻ്റെ കൂടെ ഇരിക്കുന്നത് ഈ ഇല്ലത്തിലെ ഇപ്പോഴത്തെ കണ്ണിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ നമ്പിയാണ്. അദ്ദേഹത്തോട് നമുക്ക് ഒരുപാട് കാര്യങ്ങള്, ഒരുപാട് നിഗൂഢമായിട്ടുള്ള രഹസ്യങ്ങള് ഈ ഇല്ലത്തെ കുറിച്ചിട്ട്, ഈ ഇല്ലത്തിന്റെ കുടുംബ പരദേവത ആയിട്ടുള്ള അശ്വിനി ദേവന്മാരെ കുറിച്ചിട്ടൊക്കെ അറിയാനുണ്ട്. നമസ്കാരം. നമസ്കാരം. ഈ ഇല്ലത്തെ കുറിച്ചിട്ട്, ആലത്തിയൂർ നമ്പി ഇല്ലത്തെ കുറിച്ച് ഐതിഹ്യമാലയിലൂടെയാണ് ഞങ്ങളെ പോലുള്ള പുതുതലമുറയിൽപ്പെട്ട ആളുകൾ ഇത് വായിച്ചറിഞ്ഞിട്ടുള്ളത്. ഈ ഇല്ലത്ത് ജനിച്ച ഒരാളെന്നുള്ള രീതിയിൽ അങ്ങേക്ക് എന്തൊക്കെയാണ് പറഞ്ഞു തരാനുള്ളത്? ഈ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ പറയുന്ന കഥകളെല്ലാം നടന്നത് ഈ ഇല്ലത്ത് വെച്ചിട്ടാണ്. എൻ്റെ കാരണവന്മാർ പറഞ്ഞു കേട്ട കഥ എനിക്കുണ്ട്. ഞങ്ങള് 8 വൈദ്യന്മാരാണ്. അഷ്ടവൈദ്യന്മാര്. അതിൽ 7 പേരും മൂസുമാരാണ്. മൂസ്, തെക്കാട്ട് മൂസ്, ലാമന്തോൾ മൂസ്, വെള്ളോട് മൂസ്, കുട്ടഞ്ചേരി മൂസ്. ഞങ്ങൾ മാത്രം ആലത്തിയൂർ നമ്പി. എങ്ങനെയാണ് ഈ നമ്പി എന്ന വാക്കിന് അർത്ഥം തന്നെ ഞാൻ എന്നെ ഏറ്റവും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇവിടുത്തെ കാരണവർ ഏട്ടൻ പരമേശ്വരൻ നമ്പിയായിരുന്നു. അദ്ദേഹം പറഞ്ഞു ശ്രേഷ്ഠൻ എന്നാണ് ഇതിൻ്റെ വാക്കിനർത്ഥം. നമ്പി എന്നുള്ള വാക്കിനർത്ഥം ശ്രേഷ്ഠൻ എന്നാണ്. അപ്പൊ അത്രയും ശ്രേഷ്ഠതയുള്ളവരെ ഇല്ലാണ് ഈ ആലത്തിയൂർ നമ്പില്ലം. ഈ ആലത്തിയൂർ നമ്പില്ലത്താണ് അശ്വിനി ദേവന്മാരുടെ വൈദ്യന്മാരായ അശ്വിനി ദേവന്മാർ വന്ന് അവരുടെ സാന്നിധ്യമുള്ള ഒരു സ്ഥലമാണിത്. പല 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 കഥകളും പറയാനുണ്ട്. ഒന്നും മുഴുവൻ പറഞ്ഞാൽ തീരില്ല, അത്രയും കഥകളുണ്ട്. അശ്വിനി ദേവന്മാര് ഇവിടെ പ്രത്യക്ഷപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥയുണ്ടല്ലോ, അത് പറയാൻ സാധിക്കുമോ? ഇവിടുന്ന് ഞങ്ങളൊരു ക്ഷേത്രമുണ്ട്, വൈദ്യൻ തൃക്കോവിൽ ശിവക്ഷേത്രം. പണ്ട് ഇവിടുത്തെ കാരണവർ നമ്പി തുപ്രങ്ങോട് പോയി തൊഴാറുണ്ട്. ദിവസം പോയി തൊഴും. അന്നൊന്നും ബസ്സൊന്നുമില്ല, നടന്നു പോയി തൊഴുകയാണ്. ഇവിടുന്ന് ഒരു 2-3 കിലോമീറ്റർ ഉണ്ട് തുപ്രങ്ങോട്ട് ശിവക്ഷേത്രത്തിലേക്ക്. അവിടെ പോയി തൊഴും. അങ്ങനെ പ്രായമായപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനി എനിക്ക് അത് മനസ്സിൽ അദ്ദേഹം രാത്രി ഇങ്ങനെ വിചാരിച്ചാണ്, എനിക്ക് അവിടെ വന്ന് തൊഴാൻ വരാൻ വയ്യ, ഇപ്പം എന്താ ചെയ്യാന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. അന്ന് രാത്രി ഉറക്കത്തിൽ കണ്ടതാണ്, ഞാൻ ഇവിടെ വരാം, ഇല്ലത്തെ നോക്കിയാൽ കാണുന്ന സ്ഥലത്ത് ക്ഷേത്രം പണിതാൽ മതി, ഞാൻ ഇവിടെ വന്നിരുന്നോളാം എന്ന് പറഞ്ഞാണ്. അങ്ങനെയാണ് വൈദ്യൻ തൃക്കോവിൽ ശിവക്ഷേത്രം ഉണ്ടാക്കിയത്. ഇവിടുന്ന് നോക്കിയാൽ കാണുന്ന ദൂരത്താണ്, 5 മിനിറ്റ് നടക്കാനുള്ളൂ. ഒറ്റ വഴിയാണ്, നേരെ ഒരു വഴി. ഞങ്ങൾ തന്നെയാണ് ആ വഴി, നേരെ ഒറ്റ വഴിയാണ്. ഇപ്പോൾ കാലം കൊണ്ട് 2 സൈഡും വീടൊക്കെ വന്നുകൊണ്ട് നോക്കിയാൽ കാണില്ല, അത്രേ ഉള്ളൂ. അത് ഞങ്ങളുടെ ക്ഷേത്രം വൈദ്യൻ തൃക്കോവിൽ ശിവക്ഷേത്രം. തുപ്രങ്ങോട്ടപ്പുറമാണ് പ്രധാനം. തുപ്രങ്ങോട്ട് ചെയ്യുന്ന എല്ലാ വഴിപാടും ഇവിടെ ചെയ്യാറുണ്ട്. പിന്നെ വൈദ്യനാഥൻ ഭഗവാനാണല്ലോ, ശിവനാണല്ലോ. അതെ അതെ. പിന്നെ വിഷ്ണു, ധന്വന്തരി ഒക്കെ എല്ലാം അവിടെ ഉണ്ട്. ധന്വന്തരി പ്രധാനമാണ്, ലോകത്തിന്റെ അധിപനാണ് ധന്വന്തരി അവിടെ ഉണ്ട്. പിന്നെ അവിടുന്ന് നമ്പി ഈ വൈദ്യൻ തൃക്കോവിൽ ശിവക്ഷേത്രത്തിലേക്കാണ് നടന്നത്. എത്ര 5 മിനിറ്റ് നടക്കണ്ടു. അവിടുന്ന് ഒരു ദിവസം നടന്നു വരുമ്പോഴാണ് അവിടെ ഒരാളുണ്ട്. വൈദ്യൻ തൃക്കോവിൽ ശിവക്ഷേത്രത്തിന്റെ അമ്പലത്തിന്റെ മുറ്റത്ത് ഒരാളുണ്ട്. ആ ആളിന്റെ മുറ്റത്ത് നിന്നാണ് 2 പക്ഷികൾ കോരുക്ക് എന്ന് ചോദിച്ചു. ആദ്യത്തെ ദിവസം നമ്പി ഒന്നും മറുപടി പറഞ്ഞില്ല. 2ാമത്തെ ദിവസം നമ്പി തൊഴുതു വരുമ്പോൾ ഈ കോരുക്ക് ചോദിച്ചു. ഇത് സംസ്കൃത പദമാണ്, നമുക്കൊന്നും അത് അറിയില്ല. അന്നത്തെ പക്ഷികളുടെ ശബ്ദം അന്നത്തെ ആ നമ്പിമാർക്കൊക്കെ അറിയാൻ പറ്റും എന്താണ് അതിനുള്ളത്. അങ്ങനെ അതിനുള്ള മറുപടി കൊടുത്തു. കോരുക്ക് എന്ന് പറഞ്ഞാൽ രോഗമില്ലാത്തവൻ ആര് എന്നാണ് കോരുക്ക് എന്നുള്ള വാക്കിന്റെ അർത്ഥം. അങ്ങനെ 2ാമത്തെ ദിവസം എന്ന് കേട്ടപ്പോൾ നമ്പി ഒരു ശ്ലോകം ചൊല്ലി, കാലേ ഹിതമിത ബോധി കൃത ചംക്രമണ ക്രമേണ വാമശയ അഭിധൃത മൂത്രപുരുഷു
സ്ത്രീഷു യഥാത്മാ ച യോ നര സൂരുക് ശ്ലോകം ചൊല്ലി. അതായത് രോഗമില്ലാത്തവൻ ആരും എന്നാണെന്നില്ല അർത്ഥം. അത് വേണ്ടുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുക, അധികം ഭക്ഷണം കഴിക്കരുത്. ആ കൃത്യസമയത്ത് ഏകദേശം ഒരു കൃത്യസമയത്ത് ഒരു ഭക്ഷണം കഴിക്കുക. ഭക്ഷണം കഴിഞ്ഞാൽ ഇടത് ഭാഗത്ത് ചെരിഞ്ഞ് കിടക്കുക. സ്ത്രീകളിൽ അത്യാസക്തി ഉള്ളവനാവരുത്, അത്യാസക്തി ഉണ്ടാവരുത്. സ്ത്രീകൾ അത്യാസക്തി ഉണ്ടാവരുത്. മലമൂത്രാദി വിസർജ്യങ്ങൾ തടുക്കാതിരിക്കുക. ഇതാണ് ഈ പറഞ്ഞ ശ്ലോകത്തിന്റെ അർത്ഥം. ഇങ്ങനെയുള്ളവൻ ആരോ അവൻ സ അരുക്കുന്നതിന് രോഗം ഉണ്ടാവില്ല. അങ്ങനെയാണ് അത് ചൊല്ലി അത് നമ്പി പോരും ചെയ്തു. പിറ്റേ ദിവസമാണ് 2 ബ്രാഹ്മണകുമാരന്മാരുടെ വേഷത്തിൽ ഈ പക്ഷികൾ ബ്രാഹ്മണകുമാരന്മാരുടെ വേഷത്തിൽ ഇവിടെ വന്നത്. നമ്പിയുടെ അടുത്ത് വന്നു. ആയുർവേദത്തിന്റെ പ്രചാരം വർദ്ധിപ്പിക്കാനെന്ന് പറഞ്ഞു. ആയുർവേദത്തിന്റെയും നമ്പില്ലത്തിന്റെയും പ്രചാരം വർദ്ധിപ്പിക്കാനാണ്. ഈ അഷ്ടവൈദ്യന്മാർ 7 ഇല്ലെങ്കിൽ പോയിട്ടില്ല ഈ അശ്വനിധന്മാർ. അതാണ് നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണത്. ഈ ഇവിടെ മാത്രമാണ് വന്നത്. ഈ 7 ഇല്ലങ്ങളും വേറെ ഉണ്ട്. ഒന്ന് തൃശ്ശൂരാണ്, ഒന്ന് പട്ടാമ്പിയാണ്, പിലാവന്തോൾ പട്ടാമ്പി, പിലാവന്തോൾ വെള്ളോട് അതൊക്കെ അഷ്ടവൈദ്യന്മാർപ്പെട്ടാണ്. ഇവിടെ വന്നിട്ടാണ് അശ്വനിദേവന്മാർ ഉണ്ടായിരുന്നത്. അങ്ങനെ വന്ന് ഇവിടുത്തെ ഈ മണ്ണിലാണ് അശ്വനിദേവന്മാരുടെ സാന്നിധ്യം ഉള്ളത്. അത് വേറെ എവിടെ ഇല്ല. കഥ പറയാം, ഇനി അശ്വനിദേവന്മാരുടെ കഥകൾ പറയും. അത് ഐതിഹ്യത്തിൽ പലതും പറയാനുണ്ട്. പല അനുഗ്രഹവും ഞങ്ങൾ തക്ഷകന്റെ അനുഗ്രഹമുണ്ട്. ഈ അശ്വനിദേവന്മാര് ഇവിടെ വന്ന് അവര് പലവിധ കുസൃതികളും കാണിക്കണ്ടായിട്ടുണ്ട്. അന്നൊന്നും നമ്പി എന്താണ് കാണിക്കുന്നതെന്ന് ചോദിച്ചില്ല. അതായത് ഒരു പ്രാവശ്യം പടിപ്പുരയ്ക്ക് തീ വെച്ചു. അപ്പോഴും നമ്പി എന്താണ് അതിന് ചോദിച്ചില്ല. ഒരു പ്രാവശ്യം ഈ അശ്വനിദേവന്മാരും ഈ നമ്പിയും കൂടി ഒരു ചികിത്സയ്ക്ക് വേണ്ടി ഒരു സ്ഥലത്തേക്ക് പോയതാണ്. അപ്പൊ ഇവരെയും കൊണ്ടുപോകും, ഈ കുമാരന്മാരെയും കൊണ്ടുപോകും. അപ്പൊ അവര് അന്ന് ബസ് യാത്രാ സൗകര്യം ഒന്നുമില്ല, തോണിയിലാണ് യാത്ര. അപ്പൊ പുഴയിൽ താത്തിട്ടു. നമ്പി നീന്തി അക്കരെ കടന്നു പോയി. അന്നും നമ്പി ഒന്നും ചോദിച്ചില്ല. പിന്നെ ശ്രാദ്ധ വിട്ട അങ്ങനെ അതുണ്ടല്ലോ, ആ ശ്രാദ്ധത്തിന്റെ അന്ന് ശ്രാദ്ധത്തിന് വെലിയിടാൻ വേണ്ടി കവിയൊക്കെ വെച്ച് നമ്പി കുളിക്കാൻ പോയി. കുളി കഴിഞ്ഞ് വന്നിട്ട് വേണം ശ്രാദ്ധ കൂട്ടാൻ. ആ കുളി കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഈ വെലിയിട്ടത് കാണാനില്ല. വെലിയിട്ടതല്ല, ഈ ശ്രാദ്ധ വെട്ടി കവ്യം വെച്ചത് കാണാനില്ല. അപ്പൊ ചോദിച്ചപ്പോ അത് കവ്യം വെച്ചത് കാണാനില്ല. ആദ്യം കവ്യം വെച്ച് ശ്രാദ്ധ കൂട്ടി. അങ്ങനെ പലവിധ കുസൃതികളും. അല്ല, ഞാൻ കേട്ടിരിക്കുന്നതേ ഈ ശ്രാദ്ധം കൂട്ടാനായിട്ട് വെച്ചിരുന്ന ചോറ് എടുത്തിട്ട് വഴിപോക്കരായ ആൾക്കാർക്ക് കൊടുത്തു, നായാടികൾക്ക്. അത് പിന്നെ അവസാനാണ് ഈ എല്ലാത്തിന്റെയും കാരണമുണ്ട്. അത് അവസാനം പറയുന്നുണ്ടല്ലോ. ആദ്യം പറയില്ല. അതൊക്കെ കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ വേറെ ഒന്നും കൂടി ഉണ്ട്. ഈ കോങ്കണ്ണിന്റെ ഒരു കഥയുണ്ട്. അത് ഈ ഒരു പ്രാവശ്യം നമ്പി ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഏതോ ഒരു രോഗി നമ്പി സ്ഥിരം ഇവിടെ വന്നിരുന്ന ഒരാളാണ്. ആ പ്രാവശ്യം വന്നപ്പോൾ നമ്പി ഇവിടെ ഇല്ല. അപ്പൊ അശ്വനിദേവന്മാരാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അവര് ചികിത്സിച്ചു ആ രോഗത്തെ. അവര് തലയിലായിരുന്നു. അതെ, തലയോട് മാറ്റി വെച്ചിട്ട് അപ്പൊ നോക്കുമ്പോ തലയിൽ പുഴുക്കളാണ്. അതാണ് തലവേദന വരുന്നത്. അതുകൊണ്ടാണ് ആ പുഴുക്കളൊക്കെ എടുത്ത് കളഞ്ഞ് അവിടെ വേറെ പച്ചമരുന്ന് പുരട്ടി തലയോട്ടി അങ്ങോട്ട് വെച്ചു. അങ്ങനെ വെച്ചു. അവര് തലവേദന മാറിപ്പോയി. മുറി അടച്ചിട്ടാണ് ഇത് അശ്വിനി ദേവതകള് ചെയ്തത്. അതെ, അങ്ങനെയാണ്. അത് കഴിഞ്ഞ് അപ്പൊ ഈ അശ്വിനി ദേവന്മാരെ അത് കഴിഞ്ഞ് റൂമിൽ തുറന്നപ്പോ ഈ ഇവിടുത്തെ നമ്പിയുടെ ചെറിയൊരു കുട്ടി ഇവിടെ ഒന്നിങ്ങനെ ഒളിഞ്ഞു അപ്പൊ പറഞ്ഞാണ് ഇങ്ങനെ ഒളിഞ്ഞു നോക്കിയാൽ കോങ്കണ്ണ് വരൂ കേട്ടോ എന്ന് പറഞ്ഞു. അതിനുശേഷം ഒരാൾക്കെങ്കിലും ഒരു കോങ്കണ്ണ് ഉണ്ടാവും എന്നൊരു ഇതുണ്ട്. എവിടെ ഉണ്ടായിരുന്നു ഒരേട്ടന് കുറച്ചൊരു കോങ്കണ്ണ് ഉണ്ടായിരുന്നു. ഇതിൽ പറയണതാണ്. അതൊക്കെ കഴിഞ്ഞ് ഇത് കഴിഞ്ഞ് ഒരു എത്ര ദിവസം നമുക്കറിയില്ല. അതൊക്കെ കഴിഞ്ഞ് ഇനി ഞങ്ങൾ ഇവിടെ നിൽക്കണില്ല, കഴിഞ്ഞു, ഇനി ഞങ്ങൾ പോവാണ് പറഞ്ഞ് കുമാരന്മാരെ ഇറങ്ങി. അതെ. നമ്പി ഊണ് കഴിക്കുന്ന സമയത്താണ് ഞങ്ങളപ്പോ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇനി ഞങ്ങൾ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പൊ നമ്പി ഊണ് കഴിച്ച് ആ വച്ച കയ്യിൽ ഊണ് കഴിച്ചാണ്, കൈ കഴിയില്ല. അപ്പൊ ഒരു ഗ്രന്ഥം കൈ കൊടുത്തു. ഇത് ഇരിക്കട്ടെ എന്ന് ഇവിടെ അത്യാവശ്യം വന്നാൽ ഇത് നോക്കിയോളൂ, അതിനുള്ള മറുപടി ഈ ഗ്രന്ഥത്തിൽ ഉണ്ടാവും എന്നാ പറഞ്ഞിട്ടില്ല. ആ ഒരു ഗ്രന്ഥം കൊടുത്തു. അപ്പൊ ഇടത്തെ കൈ കൊണ്ടാണ് ഈ ഗ്രന്ഥം വാങ്ങിയത്. വലത്തെ കൈ ഊണ് ഇടത്തെ കൈ കൊണ്ടാണ് ഇത് വാങ്ങിയത്. അതാണ് ഞങ്ങൾക്ക് ഇടത്തെ കയ്യന് ഒരു പ്രാധാന്യം ഇപ്പോഴും ഉണ്ടത്. ഇടത്തെ കൈ കൊണ്ട് കൊടുത്താൽ പണ്ടൊക്കെ ഇടത്തെ കൈ ഈ പ്രിസ്ക്രിപ്ഷനൊക്കെ എഴുതി കൊടുക്കുമ്പോഴൊക്കെ ഇടത്തെ കൈ കൊണ്ടാണ്. അതിന് എന്ത് കൊടുത്താലും ഇടത്തെ കൈ കൊണ്ട് എന്ത് കൊടുത്താലും അത് പ്രത്യേക ഒരു പുണ്യാണ്. അതാണ്. അങ്ങനെ
അപ്പോഴാണ് നമ്പി ചോദിക്കണേ ഈ അന്ന് ചെയ്ത കുസൃതികൾ എന്തിനാ ഇതൊക്കെ ചെയ്തെന്ന് ചോദിക്കാണ്. അപ്പൊ ഈ പുഴയില് മുക്കിയതിന്റെ കാരണം പറഞ്ഞത് ആ സമയത്ത് ആ വെള്ളത്തില് സരസ്വതി, ഗംഗ, യമുനയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അത് ആ സമയത്ത് മുങ്ങിയാൽ നമ്പിക്ക് ഒരു പ്രത്യേക ഗുണം കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് വെള്ളത്തിൽ തള്ളി. പഠിപ്പൂര കത്തിച്ചതോ? അത് ഇല്ലം നശിക്കാൻ, ഇല്ലം കത്താനുള്ള ഒരു ഇതുണ്ട്. ഇല്ലം കത്താനുള്ള യോഗം ഉണ്ടായിരുന്നു. അത് ഇല്ലം കത്താതിരിക്കാൻ വേണ്ടിയാണ് പഠിപ്പുര എന്ന് പറഞ്ഞാൽ ചെറുതാവും, അത് അവർ കത്തിച്ചതാണ്. അങ്ങനെയാണ്. അങ്ങനെയൊക്കെ പിന്നെ ശ്രാദ്ധ കൂട്ടെടുത്ത് പിതൃക്കൾക്ക് കൊടുത്തത് അപ്പൊ വന്നത് നായാടികളല്ല, പിതൃക്കളാണ് വന്നത്. അതപ്പൊ കൊടുത്തില്ലെങ്കിൽ പിതൃക്കൾ കോപിക്കും. അതിന്റെ ദോഷം നമ്പിക്കുണ്ടാവും. ആ ദോഷം വരാതിരിക്കാനാണ് ഞങ്ങൾ നായാടികൾക്ക് എടുത്തു കൊടുത്തതെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇയാളെ കുസൃതിക്ക് ചെയ്തു. അങ്ങനെ പറഞ്ഞ് എന്നിട്ട് മിറ്റത്തേക്ക് ഇറങ്ങി അവര്. എന്നിട്ട് ഇവിടെ ഒരു ആലുണ്ടായിരുന്നു. ഈ നിൽക്കുന്ന ഈ ആല് നിൽക്കുന്ന ഇതിന്റെ മുന്നേ ഒരു ആലുണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടെ ഉണ്ടാവും. ഈ ആലിന്റെ അന്നൊരു ഈ ആലിന്റെ ചോട്ടില് ഞങ്ങൾ ഉണ്ടാവും. സ്ഥാനം അത് തന്നെയാണ്, ഒരു മാറ്റമില്ല. ഈ ആലിന്റെ ചോട്ടില് ഞങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞ് അന്തർധാനം ചെയ്തു. അങ്ങനെയാണ് അശ്വനി ദേവന്മാരുടെ രണ്ട് കുട്ടി ഉണ്ണികളാണ്. അതെ അതെ അതെ, അതാണ് ഇവിടുത്തെ 2 കുമാരന്മാരാണ്. അശ്വനി ദേവന്മാരാണ്. അങ്ങനെയാണ് അതിൻ്റെത്.